സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ദേശീയ പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടൽ ഏതാണ്? ദേശീയ പാതകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗതി. പോർട്ടലിന്റെ പേര് ഗതി. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി, കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തുവാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. ഏത് ആകാശഗോളത്തിലെ ഗർത്തത്തിനാണ് വിക്രം സാരാഭായിയുടെ പേര് നൽകിയത്? ഏത് ആകാശഗോളത്തിലെ ഗർത്തത്തിനാണ് വിക്രം സാരാഭായിയുടെ പേര് നൽകിയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചന്ദ്രനിലേതാണ്. ചന്ദ്രനിലെ ഗർത്തത്തിനാണ് വിക്രം സാരാഭായിയുടെ പേര് നൽകിയത്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മുൽശങ്കർ. മുൽശങ്കർ ആരുടെ യഥാർത്ഥ നാമമാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മുൽശങ്കർ. മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് നെഫോളജി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നെഫോളജി. എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് നെഫോളജി? മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നെഫോളജി. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയ വായ്പാ പദ്ധതി. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയ വായ്പാ പദ്ധതി സഹായഹസ്തം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയ വായ്പാ പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ചിറയൻകീഴാണ്. ചിറയൻകീഴാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത്, ചിറയൻകീഴ്. കേരളത്തിൽ സർക്കസ് കല പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? കേരളത്തിൽ സർക്കസ് കല പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. ഓപ്ഷൻ സി, കീലേരി കുഞ്ഞിക്കണ്ണൻ. മനത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു? മനത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ സി, വിദ്യാഭ്യാസം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം റീഗൽ. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം റീഗൽ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. ഇന്ദുപ്പിന്റെ രാസസൂത്രം എന്ത്? ഇന്ദുപ്പിന്റെ രാസസൂത്രം KCl. ഓപ്ഷൻ എ ആണ് ഉത്തരം, KCl. ഇന്ദുപ്പിന്റെ രാസസൂത്രമാണ് KCl. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ആർട്ടിക്കിൾ 29 ആണ്. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ആർട്ടിക്കിൾ 29 ഉൾപ്പെടുന്നു.
ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം രചിച്ചത് ആര്? ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ ദി അതർ സൈഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദതയുടെ മറുപുറം എന്ന കൃതി രചിച്ചത് ആരാണ്? ഊർവശി ഭൂട്ടാലിയയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഊർവശി ഭൂട്ടാലിയ. നിശബ്ദതയുടെ മറുപുറം എന്ന കൃതി രചിച്ചത് ആരാണ്? ഊർവശി ഭൂട്ടാലിയ. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തേക്ക് മ്യൂസിയം നിലമ്പൂർ. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. റെനെ ലെനക്ക് കണ്ടുപിടിച്ച ഉപകരണം ഏത്? റെനെ ലെനക്ക് കണ്ടുപിടിച്ച ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ്. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ്. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി വനിത ആരാണ്? തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത അൽഫോൻസാമയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അൽഫോൻസാമ. എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ്? എൻ്റെ പെൺകുട്ടിക്കാലം എന്നത് ആരുടെ ആത്മകഥയാണ്? തസ്ലീമ നസ്രിൻ. തസ്ലീമ നസ്രിൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ പെൺകുട്ടിക്കാലം എന്നത്. തസ്ലീമ നസ്രിൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. കാലഗണനാക്രമം. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത്? 1924 ചാന്നാർ ലഹള 1859. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ കലാപം 1921. കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4, 1, 3. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹരിക്കെയിൻ. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഏത് മേഖലയിലാണ് ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നത്? അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്ന് അറിയപ്പെടുന്നു. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സൗദി അറേബ്യ. സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കമാണ് സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. സമുദ്ര ഭൂവൽക്കം. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? പ്ലേഗ്. യെർസീനിയ പെസ്റ്റിസ് ആണ്. യെർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി. ഓപ്ഷൻ ഡി യെർസീനിയ പെസ്റ്റിസ്. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത് ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദം 30 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 30. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം
ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തമാണ്. രക്തം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരളാണ്. ഓപ്ഷൻ ബി കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. അക്രോമെഗലി. അക്രോമെഗലി. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസെയിം ആണ്. ലൈസോസെയിം. ഓപ്ഷൻ എ ലൈസോസെയിം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തിയായ വനിത. കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തിയായ വനിതയാണ് മൈലമ്മ. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൈലമ്മ. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? മോത്തിലാൽ നെഹ്റു. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? 24. ലോകത്തെ 24 സമയമേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 24. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി പ്രാവാണ്. പ്രാവ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി പ്രാവ്. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കായംകുളം താപവൈദ്യുത നിലയത്തിന് നൽകിയിരിക്കുന്നത് ആരുടെ പേരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ പേരാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. താഴെ കൊടുത്തവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ടൂർണിക്കറ്റ് ടെസ്റ്റാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്റർ കാളിച്ചോതി കറുപ്പൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാളിച്ചോതി കറുപ്പൻ.
ശുദ്ധലോഹമല്ലാത്തത് ഏത്? ശുദ്ധലോഹമല്ലാത്തത് തന്നിരിക്കുന്നു. രസം, സ്വർണം, വെള്ളി, വെങ്കലം. ശുദ്ധലോഹം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വെങ്കലമാണ്. ഓപ്ഷൻ ഡി വെങ്കലം. പെട്രോളിയം ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായി പുറത്തു വരുന്ന പ്രധാന വാതകം ഏത്? പെട്രോളിയം ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായിട്ട് പുറത്തു വരുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ്. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം യൂറിയയാണ്. ഓപ്ഷൻ ബി യൂറിയ. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആര്? രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് അരബിന്ദോ ഘോഷ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അരബിന്ദോ ഘോഷ്. അവസാനത്തെ ചോദ്യം, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്തർവ്യാപനം. ഈ 50 ചോദ്യങ്ങളിൽ കട്ട് ഓഫ് 43 നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.